കോഴിക്കോട് ബീച്ചിൽ നിന്നും ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് അവിടെ കളി കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? എത്രത്തോളം ആവേശമുണ്ട്? ഇന്ത്യൻ ജേഴ്സിയൊക്കെ അണിഞ്ഞ് തന്നെയാണോ എത്തിയിരിക്കുന്നത്? അക്ഷയ, രാവിലെയൊക്കെ ഈ കോഴിക്കോട് ബീച്ച് പരിസരത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഈ കളിയൊക്കെ കാണാൻ വേണ്ടി, തയ്യാറെടുക്കാൻ വേണ്ടി വളരെ നേരത്തെ ആളുകളൊക്കെ പിരിഞ്ഞതാണോ എന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ഏതായാലും കോഴിക്കോട് ബീച്ച് പരിസരത്താണുള്ളത്. സഞ്ജുവിൻ്റെ കയ്യൊപ്പിൽ ഒരു കപ്പ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെ ഒരു കപ്പ് നേടണമെന്ന ആഗ്രഹം മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചേട്ടാ, ഇപ്പോൾ ഇന്ന് ഒരു വലിയ മത്സരം, ഒരു ഫൈനൽ പോരാട്ടം T20 നടക്കുകയാണ്. എന്താ തോന്നുന്നത്? നമ്മൾ കപ്പടിക്കുമോ? കപ്പടിക്കണം, അതാണ് ആഗ്രഹം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ പ്രോത്സാഹനവും അതുപോലെ പ്രാർത്ഥനയും നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി അവരുടെ ടീമിൻ്റെ അടുത്താണ്. സെമി ഫൈനൽ വരെ നമ്മൾ തകർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിപൊളിയായി കളിച്ചിട്ടുണ്ട്. ചേട്ടനൊരു കപ്പ്, അതാണ് കേരളക്കാരൻ. അതെ, ചേട്ടനൊരു കപ്പ്, അതാണ് കേരളക്കാരെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ന്യൂസിലാൻഡിനോടാ മത്സരം. നമ്മുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ T20 ചരിത്രത്തിലൊന്നും ന്യൂസിലാൻഡിനെ അങ്ങനെ തകർക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ചരിത്രം നോക്കാൻ പറ്റില്ല, അത് ക്രിക്കറ്റാണ്. ഫുട്ബോൾ ക്രിക്കറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചരിത്രം നോക്കാൻ പറ്റില്ല. അപ്പോഴത്തെ സമയം, ഫോം, ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ഫോം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും നല്ല പ്ലെയർ നല്ല അടി അടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ കളി കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെ പ്രോത്സാഹനം കൊടുക്കുക, ഇത് തന്നെ ആവേശത്തിലാണ് മൊത്തം. തീർച്ചയായിട്ടും, കാരണം ഞങ്ങളവിടെ അത് ഓണാൻ വേണ്ടി കാത്തുക. പക്ഷേ അവിടെ ഒരു സ്ക്രീനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ കോഴിക്കോട് ബീച്ച് പരിസരത്താണ് സ്ക്രീൻ ഓണാക്കിയിരിക്കുന്നത്. ഒരു 6:30 മണിയോട് കൂടി ഇവിടെ മുഴുവൻ ആളുകളായിരിക്കും. നമ്മൾ നേരത്തെയും ഒക്കെ അത്തരം കാഴ്ചകൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കണ്ടിട്ടുമുണ്ട്. എന്താണ് ഈ സഞ്ജുവിൽ തന്നെയാണോ പ്രതീക്ഷ? മറ്റു ബാറ്റ്സ്മാൻമാരെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കാണാറില്ല, പക്ഷെ ആവേശമുണ്ടല്ലേ ചേട്ടാ? ഗ്ലാസ് ഒക്കെ വെച്ച് കളി കാണാൻ വേണ്ടി എത്തിയതാണോ? ഇല്ല, ഞാൻ വെറുതെ ഇറങ്ങിയ. എന്താ ഇന്നൊരു ഫൈനൽ മത്സരം നടക്കുന്നു, എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല കളിയാവട്ടെ എന്ന്. നല്ല പ്രതീക്ഷയുണ്ടോ? എന്ത് ജയിക്കുന്നത് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഇപ്പൊ 2020 അല്ല, പറയാൻ പറ്റില്ല. കളിന്റെ കാര്യമാണ് 2020. അതിനെ കൊണ്ട് കളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സഞ്ജു നല്ല കളിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നന്നായിട്ട് കളിക്കൂലേ? അതെ, അതാണ്. എന്താ മക്കളെ, ഇപ്പം ഇന്ന് ഒരു ഫൈനൽ മത്സരം നടക്കുകയാണല്ലോ, ഇന്ത്യ ന്യൂസിലാൻഡ്. എന്താ ഇന്ത്യയുടെ ഒരു ഇന്ത്യ ഭയങ്കര കരുത്തരാണോ? നമ്മുടെ പ്ലസ് പോയിന്റ് എന്തൊക്കെയാ ഇന്ത്യയുടെ? ഇന്ത്യ കുഴപ്പമില്ല, ആവറേജ് ആണ്, അത്യാവശ്യം കളിക്കും. ഇപ്പോൾ എന്താ പറയുക, ഒരു ചാൻസ് ഉണ്ട് ഇപ്രാവശ്യം. ഓപ്പണിങ്ങിൽ അഭിഷേകും സഞ്ജുവാണല്ലോ വരുന്നത്. അഭിഷേകിന്റെ ഒരു അവസ്ഥ എന്താ കഴിഞ്ഞ കളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ? അഭിഷേക് കുഴപ്പമില്ല, പോയിന്റ്